ബിസ്മില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാലുറ ധരിക്കുന്നയാളായിരുന്നു. ഒളുവെടുക്കുന്ന സമയത്ത് അതിൻ്റെ മീതെ തടവുകയും ചെയ്യുമായിരുന്നു. അബ്ദുല്ലാഹിബ്നു ബുറൈദ റളിയല്ലാഹു അൻഹു തൻ്റെ പിതാവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാം, നജ്ജാശി രാജാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തനി കറുപ്പ് നിറത്തിലുള്ള 2 മേൽജോഡികൾ ഹുഫകൾ സമ്മാനമായി നൽകുകയുണ്ടായി. അവിടുന്ന് അത് ധരിക്കുകയും ഒളുവെടുക്കുമ്പോൾ അതിൻ്റെ മേൽ തടവുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നജ്ജാശി രാജാവ് 2 ഹുഫകൾ ഹദിയായി ദാനമായി കൊടുത്തു, സമ്മാനമായി കൊടുത്തു. അത് പ്രവാചകൻ സ്വീകരിക്കുകയും അത് ധരിക്കുകയും ചെയ്തു. ഒളുവെടുക്കുമ്പോൾ അതിൻ്റെ മീതെ തടവുകയും ചെയ്തു എന്നാണ് സ്വഹീഹായ ഹദീസിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. നജ്ജാശി രാജാവ് എത്യോപ്യയിലെ രാജാവായിരുന്നു. നജ്ജാശി എന്ന അത് സ്ഥാനപ്പേരാണ്. അബസീനിയയിലെ രാജാക്കന്മാർക്കുള്ള സ്ഥാനപ്പേരാണ് നജ്ജാശി എന്നത്. ഇദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് അൽ അസ്ഹമ ബിൻ അബ്ജർ എന്നായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കത്ത് മുഖേന ഇസ്ലാമിലേക്ക് ക്ഷണിച്ച രാജാക്കന്മാരിൽ ഒരാളായിരുന്നു അദ്ദേഹം. ഭൂരിപക്ഷ അഭിപ്രായം അനുസരിച്ച് ഹിജറയുടെ 6ാമത്തെ വർഷത്തിൽ അദ്ദേഹം മുസ്ലിമായി. ഇസ്ലാമിൻ്റെ പ്രാരംഭഘട്ടത്തിൽ മുസ്ലിങ്ങൾ എത്യോപ്യയിലേക്ക് പലായനം ചെയ്ത സമയത്ത് അവരെ അദ്ദേഹം നല്ല നിലക്ക് സ്വീകരിക്കുകയുണ്ടായി, അഭയം നൽകുകയുണ്ടായി. ഹിജറ 9 അദ്ദേഹം മരണമടഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വേണ്ടിയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ വെച്ച് മയ്യിത്ത് നമസ്കരിച്ചത്. ഗായിബായ നിലയിൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മയ്യിത്ത് നമസ്കരിച്ച ഒരേ ഒരു സംഭവം അൽ അസ്ഹമ ബിൻ അബ്ജർ എന്ന പേരുള്ള നജ്ജാശി രാജാവിൻ്റെ മരണത്തെ തുടർന്നായിരുന്നുവെന്ന് നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.